അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, കോപത്തോടെ എന്നെ ശാസിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കോപത്തോടെ എന്നെ ശാസിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങയുടെ രോഷം നിമിത്തം എന്റെ ശരീരത്തിന് സൗഖ്യമില്ല. പാപങ്ങൾ നിമിത്തം അസ്ഥികൾക്ക് സ്വസ്ഥതയില്ല. എന്റെ കുറ്റങ്ങൾ തലയ്ക്കുമീതെ ഉയർന്നു. അവ ദുർവഹമായ ചുമട് പോലെ എന്നെ ഭാരപ്പെടുത്തുന്നു. എന്റെ വ്രണങ്ങൾ അഴുകി ദുർഗന്ധം പരന്നു. പാപങ്ങൾ നിമിത്തം ഞാൻ അസ്വസ്ഥനായി ദിവസം മുഴുവൻ വിഷാദത്തിൽ കഴിഞ്ഞു. എന്റെ കണങ്കാലുകൾ വിറയ്ക്കുന്നു. സംഭ്രമം എന്നിൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ ശരീരം അസ്വസ്ഥമായി. പരിഭ്രമത്താൽ ഞാൻ ഏറെ വിവശനായി. ഹൃദയവേദനയാൽ നിറവേർപ്പെട്ടു. കർത്താവേ, എന്റെ അഭിലാഷങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. എന്റെ നെടുവീർപ്പുകൾ അങ്ങേക്ക് അജ്ഞാതമല്ല. എന്റെ ഹൃദയം അതിശക്തമിടിക്കുന്നു. ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുന്നു. കണ്ണുകൾക്ക് പ്രകാശമില്ലാതെയായി. സ്നേഹിതരും പരിചിതരും എന്റെ വേദനയിൽ സഹതപിച്ചില്ല. ബന്ധുജനങ്ങൾ അകന്നു നിന്നു. എന്റെ ജീവൻ തേടുന്നവരും എന്റെ നാശം ആഗ്രഹിക്കുന്നവരും എന്നെ പിടികൂടിയിരിക്കുന്നു. അവർ വഞ്ചനയും വ്യാജവും സംസാരിക്കുന്നു. ദിവസം മുഴുവൻ ദുരാലോചനയിൽ മുഴുകുന്നു. ഞാനോ ബദരനെ പോലെ ഒന്നും കേൾക്കാതിരുന്നു. മൂകനെ പോലെ ഞാൻ വായു തുറന്നില്ല. ഞാൻ ചെകിടനെയും ഊമനെയും പോലെയായി. കർത്താവേ, ഞാൻ അങ്ങേ കാത്തിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഇപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നെ പ്രതി അവർ സന്തോഷിക്കാതിരിക്കട്ടെ. എന്റെ കാലിടുമ്പോൾ അവർ നിന്ദിക്കാനിടയാക്കരുതേ.
സഹിക്കാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വേദന എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. എന്റെ അകൃത്യം ഓരോന്നും ഞാൻ ഏറ്റുപറയും. പാപത്തിൽ നിന്ന് അങ്ങ് എന്നെ ശുദ്ധനാക്കും. എൻ്റെ ശത്രുക്കൾ അതിശക്തരാണ്. അകാരണമായി എന്നെ വെറുക്കുന്നവർ അസംഖ്യമാണ്. നന്മയ്ക്ക് പകരം അവർ തിന്മ ചെയ്യുന്നു. നന്മ തേടുന്നതിനാൽ അവർ എന്നെ വെറുക്കുന്നു. കർത്താവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ സഹായത്തിന് വേഗം വരണമേ. എനിക്ക് രക്ഷ നൽകണമേ. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദുഷ്ടർ എനിക്കെതിരായി നിൽക്കുന്നതിനാൽ എന്റെ അധരം തിന്മയിൽ നിന്ന് ഞാൻ സൂക്ഷിക്കും. ഞാൻ മൂകനും മ്ലാനവദനനും നന്മയില്ലാത്തവനുമായിരുന്നു. എൻ്റെ സങ്കടം വർദ്ധിച്ചു. എന്റെ ഹൃദയം തപിച്ചു. ശരീരത്തിൽ അഗ്നി കത്തിപ്പടർന്നു. അപ്പോൾ ഞാൻ വാചാലനായി. ആയുസിന്റെ ദൈർഘ്യം എന്തെന്നും ജീവിതം എന്തിനെന്നും അറിയിക്കാൻ കർത്താവ് എൻ്റെ ജീവിതാന്തം എന്നെ ഗ്രഹിപ്പിച്ചു. ആണെന്നാണല്ലോ അങ്ങ് എനിക്ക് ദിനങ്ങൾ തന്നത്. എന്റെ ആയുഷ്കാലം അങ്ങയുടെ മുമ്പാകെ ഒന്നുമല്ലല്ലോ. തിരുസവിധത്തിൽ എല്ലാ മനുഷ്യരും പുക പോലെയാകുന്നു. അവർ നിഴലിൽ വ്യാപരിച്ച് മാഞ്ഞു പോകുന്നു. മനുഷ്യൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്ക് ആശ്രയം? സകല കൃത്യങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നെ ദുഷ്ടരുടെ നിന്ദാപാത്രമാക്കരുതേ. ഞാൻ മൂകനായിരിക്കുന്നു. എന്റെ വായു തുറന്നില്ല. എല്ലാം അങ്ങയുടെ പ്രവൃത്തികളാണല്ലോ. അങ്ങയുടെ മർദ്ദനവും കരങ്ങളുടെ പ്രഹരവും എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ. എന്റെ പാപങ്ങളുടെ പേരിലുള്ള കുറ്റപ്പെടുത്തലാൽ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങ് മനുഷ്യനെ ശാസിക്കുന്നു. അവന്റെ ദുരാശകളെ വൈക്കോൽ പോലെ ചാമ്പലാക്കുന്നു. മറ്റരെല്ലാം പുക പോലെയാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥനയും യാചനയും ശ്രവിക്കണമേ. എന്റെ കണ്ണുനീർ കാണണമേ. അങ്ങ് മൗനമായിരിക്കരുതേ. ഞാൻ അങ്ങയോടത്ത് വസിക്കുന്നവനും എന്റെ പിതാക്കന്മാരെ പോലെ പരദേശിയുമാകുന്നു. അങ്ങ് എന്നെ രക്ഷിക്കണമേ. ഞാൻ ഇവിടം വെടിഞ്ഞ് കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അവിടുന്ന് എന്നിലേക്ക് തിരിഞ്ഞു എന്റെ യാചന ശ്രവിക്കുകയും ചെയ്തു. കഷ്ടതയുടെ കുഴിയിൽ നിന്നും ജീർണതയുടെ ചീറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എന്റെ കാലുകൾ പാറമേൽ ഉറപ്പിച്ചു. എന്റെ പാദങ്ങൾ സുസ്ഥിരമാക്കി. ദൈവസ്തുതിയാകുന്ന ഒരു നവ്യഗീതം അങ്ങ് എന്റെ അധരത്തിന് നൽകി. അനേകർ അത് കണ്ട് ആനന്ദിക്കുകയും കർത്താവിൽ സമാശ്രയിക്കുകയും ചെയ്യും. മിഥ്യയിലേക്കും കപടഭാഷണത്തിലേക്കും തിരിയാത്തവന് തിരുനാമത്തിൽ ശരണം വെക്കുന്നവനും ഭാഗ്യവാൻ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്കു വേണ്ടി അങ്ങ് ചെയ്ത അത്ഭുതങ്ങളും പദ്ധതികളും അസംഖ്യമാകുന്നു. അങ്ങേക്ക് സമനായി മറ്റാരുമില്ല. അവ വിവരിക്കാനും പ്രഘോഷിക്കാനും ഞാൻ ശ്രമിച്ചു. എന്നാൽ അവ സംഖ്യാതീതമാണല്ലോ. ബലികളിലും കാഴ്ചകളിലും അങ്ങ് പ്രസാദിച്ചില്ല. പാപങ്ങൾക്ക് വേണ്ടിയുള്ള ദഹനബലി ആവശ്യപ്പെട്ടില്ല. അങ്ങ് എനിക്ക് കേൾവിയുള്ള കാതുകൾ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതാ വന്നിരിക്കുന്നു. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. ദൈവമേ, തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ മനസ്സായിരിക്കുന്നു. അങ്ങയുടെ പ്രമാണം എന്റെ ഹൃദയത്തിലുണ്ട്. വലിയ സഭയിൽ ഞാൻ അങ്ങയുടെ നീതി പ്രഘോഷിച്ചു. എന്റെ അധരങ്ങളെ ഞാൻ തടഞ്ഞില്ല. കർത്താവെ, അങ്ങേക്കത് അറിയാമല്ലോ. അങ്ങയുടെ നീതി എന്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വെച്ചില്ല. അങ്ങയുടെ രക്ഷയും വിശ്വസ്തതയും ഞാൻ പ്രഘോഷിച്ചു. അങ്ങയുടെ കൃപയും വിശ്വസ്തതയും വലിയ സഭയിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അങ്ങയുടെ കരുണയും വിശ്വസ്തതയും എന്നെ സദാ സംരക്ഷിക്കട്ടെ.
അസംഖ്യം തിന്മകൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു. ഒന്നും കാണാനാവാത്തവണ്ണം എന്റെ പാപങ്ങൾ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. എന്റെ തലമുടിയിഴകളെക്കാൾ അവ പെരുകി, എന്റെ മനോവീര്യം നശിച്ചിരിക്കുന്നു. കർത്താവേ, മോചനമേകാൻ മനസ്സാകണമേ, സഹായം നൽകാൻ വേഗം വരണമേ. എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. എനിക്ക് തിന്മ ആഗ്രഹിക്കുന്നവർ ലജ്ജിച്ച് പിൻവാങ്ങട്ടെ. എന്നെ പരിഹസിക്കുന്നവർ ലജ്ജിച്ച് നിശബ്ദരാകട്ടെ. അങ്ങയെ തേടുന്നവർ അങ്ങിൽ ആനന്ദിക്കട്ടെ. രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനെന്ന് ഉദ്ഘോഷിക്കട്ടെ. കർത്താവേ, ഞാൻ ദരിദ്രനും നിസ്സഹായനുമാകുന്നു. എനിക്കെതിരായി അവർ ആലോചന നടത്തുന്നു. എന്റെ സഹായകനും വിമോചകനും അങ്ങാകുന്നു. ദൈവമേ, അങ്ങ് വൈകരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ നല്ലിടയനാകുന്നു, നല്ലിടയൻ നീ കർത്താവേ. സ്വന്തം മനസ്സാൽ അൻപോടെ മൃത്യു വരിച്ചു ഞങ്ങൾക്കായി. നിന്നുടെ ജനമായ ജഗണമായി നിൻ തിരുസഭയിൽ മേവിടും സുതരാമിവരിൽ കനിയണമേ. അവിടുന്ന് അനുഗ്രഹവും കരുണയും വർഷിക്കും. കർത്താവേ, നിൻ ദാസർത്തൻ യാചന കേൾക്കാൻ കനിയണമേ. അൻപോടുത്തരമേകണമേ. വത്സരമഖിലം നിൻ കൃപയാൽ നിറയാനും ഫലമേകാനും ദിവ്യാനുഗ്രഹമേകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തിരുവിഷ്ടത്താൽ നാഥാ നീ സ്വയം ഒരു ബലിയായി തീർന്നതിനാൽ മർത്യനു ജീവൻ പുനരേകി. പാവനമാം നിൻ സ്ലീവായാൽ രക്ഷിച്ചവളാം തിരുസഭയെ കനിവൊടു തൃക്കൺ പാർക്കണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ, ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ, നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രഭാവത്തിൽ എന്നെ വിധിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ നാമത്താൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രഭാവത്തിൽ എന്നെ വിധിക്കണമേ. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. അപരിചിതർ എനിക്കെതിരായി നിൽക്കുന്നു. ശക്തർ എന്റെ ജീവൻ തേടുന്നു. അവർ അങ്ങയെ പരിഗണിക്കുന്നില്ല. ദൈവം എന്റെ സഹായകനാകുന്നു. കർത്താവ് എന്റെ ജീവന്റെ സംരക്ഷകനാകുന്നു. കാഴ്ചവസ്തു ഞാൻ അങ്ങേക്ക് ബലിയർപ്പിക്കും. കർത്താവേ, അങ്ങ് നല്ലവനാകയാൽ തിരുനാമം ഞാൻ പുകഴ്ത്തും. എല്ലാ ദുരിതങ്ങളിലും നിന്ന് അങ്ങ് എന്നെ വീണ്ടെടുത്തു. എന്റെ ശത്രുക്കളെ എന്റെ കണ്ണുകൾ കാണുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തികവിൽ മിശിഹാനാഥൻ മാനവരക്ഷയ്ക്കാഗതനായി. സ്തുത്യനാഥനിൽ ഉന്നതമാകും ദിവ്യരഹസ്യം പൂർണ്ണത പുൽകി. നൂതനമാം തരുശാഖ വിരിക്കെ ആദിമവൃക്ഷം നാശം പുൽകി. നരരിൽ മരണമടച്ചൊരു ഫലവും സൽഫലമതിനാൽ ചിതറി നശിച്ചു. ഏതനിൽ എന്നതുപോലെ ഈ ഉലകിൽ കാണാം കർത്താവിൻ പ്രതിരൂപം. ആരിത് വഴി പോൽ കണ്ടെത്തിയിടും, ആരിതുചിതമായി വർണ്ണിച്ചിടും. വിരചിതമാണിതു തിരുഗ്രന്ഥത്തിൽ വിശ്വവും അവനുടെ രേഖാചിത്രം. അവനുടെ സത്യം ദിവ്യന്മാരിൽ, മോചന ദൗത്യം ആചാര്യരിലും. ഉന്നത നൃപനാം അവനുടെ മകുടം മലയുകയല്ലോ മന്നവരെല്ലാം. താതനും അതുപോൽ സുതനും പാവനറൂഹായ്ക്കും സ്തുതിയെന്ന് ആമേൻ. പൗലോസ്ലിഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. ഒലിവുമരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അതു ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവുമരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൂർത്തനെ പോലെ നിന്നെ ഉപേക്ഷിച്ച് തെറ്റായ വഴികളിൽ വ്യാപരിച്ച ഞങ്ങളെ പിതൃതുല്യമായ ഔദാര്യത്തോടെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാണാതെ പോയ ആടിനെ അന്വേഷിച്ചു വന്ന നല്ല ഇടയനായ കർത്താവേ, വഴിതെറ്റി അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന സ്നേഹധനനായ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിടക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ എന്ന പോലെ സദാ ഞങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറായി ഞങ്ങളുടെ പ്രത്യാഗമനം കാത്തിരിക്കുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അഹങ്കാരത്താൽ ഭോഷന്മാരായി തീർന്നവരും പാപം ചെയ്ത ബലഹീനരും ദൈവമഹത്വം നഷ്ടപ്പെടുത്തിയവരുമായ ഞങ്ങളിൽ കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലെയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.